നമസ്കാരം. ബഷീറിന്റെ കഥാപാത്രങ്ങൾ ഇപ്രകാരം സംസാരിക്കുന്നുണ്ട്. ആ പൂവ് എന്തു ചെയ്തു? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചെമപ്പായ ആ പൂവ്. ഓ അതോ? അതെ, അതെന്തു ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടിയരച്ച് കളഞ്ഞു എന്നറിയാൻ. കളഞ്ഞുവെങ്കിൽ എന്ത്? ഓ ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, നൽകുന്ന സ്നേഹാനുഭവങ്ങൾ കൊണ്ട്, കരുതലിൻ്റെയും കരുണയുടെയും അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിലൂടെ, പ്രചോദനമേകുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിലൂടെ, കൂടെയുണ്ട് എന്ന ഭാവം പകർന്നു നൽകുന്നതിലൂടെ നല്ല ചങ്ങാതിമാരായി നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നവർ നിരവധി പേരുണ്ട്. നല്ല സുഹൃത്തുക്കൾ, നല്ല ചങ്ങാതിമാർക്ക് വേണ്ടിയിട്ട് ഒരിടം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുമുണ്ട്. അവരുടെ ഹൃദയങ്ങളിലും നല്ല ചങ്ങാതിമാരായി നാമും കുടിയിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ നല്ല ചങ്ങാതിമാർക്ക് വലിയ സ്ഥാനമുണ്ട്. ചങ്ങാതിമാരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള എത്രയോ സ്നേഹാനുഭവങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഹൃദയത്തിലെ ആ ഇടം ചവിട്ടിയരയ്ക്കപ്പെടരുത്. നല്ല സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കട്ടെ. നല്ല സൗഹൃദ കൂട്ടായ്മകൾ എന്നും അതിൻ്റെ പൂർണ്ണതയിൽ ജ്വലിച്ചു നിൽക്കട്ടെ. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയും സ്നേഹാനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മാതൃകയായി നല്ല സൗഹൃദങ്ങളുടെ മുന്നേറ്റമുണ്ടാകട്ടെ. നേരുന്നു ശുഭദിനം.